ഹായ് നന്ദൂസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മേ എനിക്ക് ഇവിടെ സത്യമായിട്ട് ഇരിക്കുമ്പോൾ ഒരു ചെറിയ പേടി. ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്, അതാണ് അവരെ കാണാനില്ല. ഹീറോ നോക്ക്, ഹീറോ ഇങ്ങനെ നോക്ക്. ഹീറോ ഇരിക്കണാനാണ് ഞാൻ ഇങ്ങനെ നീങ്ങി പോകാൻ എനിക്ക് പേടിയാവാൻ. അത് നെഗണ്ടേ അതങ്ങനെ കിട്ടിയത് തീർന്നില്ലേ, പിന്നെ ഇഞ്ചക്ഷൻ അടിക്കാൻ വേണ്ടി നടക്കേണ്ടി വരും. അതുകൊണ്ടാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാ വേറെ ഒന്നല്ല, ഞാനിപ്പോ ഭയങ്കര വലിയ കൂരത്തിയാണ് അല്ലേ. എനിക്ക് ആരോട് സ്നേഹമില്ല, എനിക്ക് ആരോട് ആത്മാർത്ഥമില്ല, എന്നൊക്കെയാണ്. ആത്മാർത്ഥതയില്ലാത്ത കുഞ്ഞാണ് എന്താണ് എന്നെ കളിയാക്കണം. അതൊക്കെയാണ് ഇപ്പോഴത്തെ കമന്റുകൾ വരുന്നത്. വേറെ ഒന്നല്ല, അമ്മയ്ക്ക് വയ്യാതെ ഇത് എന്താ വിളിച്ചു ചോദിച്ചില്ല എന്നുള്ളൊരു പരാതിയാണ്. സത്യം പറഞ്ഞാൽ അമ്മയ്ക്ക് വയ്യാതെ ഞാൻ വിളിച്ചു ചോദിച്ചു. അതിപ്പോൾ ഞാൻ ആരുടെയും കമന്റ് കണ്ടിട്ടോ ഒന്നുമല്ല. ഇത് വയ്യാന്ന് ഞാൻ അറിഞ്ഞ് ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ ഞാൻ വിളിച്ചു ചോദിച്ചേ. അല്ലാതെ ഡീറ്റെയിൽസും ഞാൻ അറിഞ്ഞിട്ടുണ്ട് വയ്യാതെ വിളിച്ചിട്ട്. അമ്മ എന്നോട് ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ പറഞ്ഞു ഇങ്ങനെ ടെസ്റ്റിന് അയച്ചിട്ടുണ്ടായി എന്നൊക്കെ പറഞ്ഞു. അത് കുഴപ്പമില്ല, സർജറി വേണ്ടി വരുമെന്നോ അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞു. എല്ലാ ഡീറ്റെയിൽസും എന്നോട് ഫുള്ള് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പം അവിടെ കുണിക്കായാലും ആർക്കും വയ്യാണ്ടായാലും എനിക്കിവിടെ സമാധാനം ഉണ്ടാവില്ല. ഞാൻ അപ്പോൾ വിളിച്ചു ചോദിക്കും. അന്ന് നമ്മൾ ഓരോ കാര്യങ്ങളുടെ സിറ്റുവേഷനോട് അങ്ങനെ കല്യാണം നടന്നു എന്ന് വെച്ചിട്ട് എനിക്ക് അവരോട് ഇഷ്ടമില്ലാണ്ടൊന്നും ഇരിക്കില്ല. ഇന്നാളെ അമ്പലത്തിൽ പോയി ഒരു ഷോർട്സ് ഇട്ടേൽ എന്നോട് പറഞ്ഞു, നീ അമ്പലത്തിൽ പോയിട്ടൊന്നും കാര്യമില്ല, അച്ഛനമ്മേനെ വിളിക്കാതെ അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ അമ്പലത്തിൽ പോയത് നമ്മൾ തൊഴാൻ വേണ്ടി പോയതാണ്. പിന്നെ അമ്മേനെ ഞാൻ വയ്യെങ്കിലും വിളിച്ചു ചോദിക്കുന്നുണ്ടല്ലോ, നമുക്ക് അറിയേണ്ടതൊക്കെ അറിയുന്നുണ്ട്, വിളിച്ചു ചോദിക്കുന്നുണ്ട്. എത്ര എന്തുണ്ടെങ്കിലും എൻ്റെ അമ്മ തന്നെയാണ്. അപ്പം എനിക്ക് വയ്യാതെ എനിക്ക് ടെൻഷൻ ഉണ്ടാവും. അപ്പം ഞാൻ വിളിച്ചു ചോദിക്കുന്നുണ്ട്. ആരും അങ്ങനെ ചിന്തിക്കണ്ട. അമ്മ എല്ലാം ഡീറ്റെയിൽസും പറഞ്ഞ് വയ്യാത്തതിനെ കുറിച്ചിട്ട്. ഞാനിപ്പോൾ അന്ന് കുണിക്കായാലും ഇപ്പം അവിടെ ആർക്കും വയ്യാണ്ടായാലും എനിക്കറിയണം. എന്താ വെച്ചാൽ എൻ്റെ വീട്ടുകാരാണ്. എനിക്കതിൻ്റെതായ വിഷമങ്ങളുണ്ടാവും. എൻ്റെ ഉണ്ണികൾക്കായാലും ഇപ്പം ഞാൻ കുണിക്കനായാലും കുണിക്കായാലും ഒക്കെ മെസ്സേജ് അയക്കാറുണ്ടല്ലോ. അപ്പം അല്ലാണ്ട് ഡീറ്റെയിൽസ് ഞാൻ പറയാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വിളിച്ചു ഞാൻ പറഞ്ഞില്ല എന്നുള്ളൂ. പിന്നെ പറയാതിരിക്കുമ്പോൾ ഇങ്ങനെ ചോദിച്ച് നമ്മളോട് പറയിപ്പിക്കാന്ന് പറയില്ല. അതേപോലെയാണ്. ഞാനതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ വിട്ടു കളഞ്ഞത്. പക്ഷെ ഞാൻ അറിയുന്നില്ലല്ലോ. അപ്പം ഞാൻ അറിയണമെന്നുണ്ടെന്ന് ആരും അറിയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പറയാണ്ടിരുന്നുള്ളൂ. പക്ഷെ ഒരു ദിവസം എന്ത് വീഡിയോ ഇട്ടാലും ആദ്യം അതായിരിക്കും കമൻസ്. കുറേ കമൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ ഷോർട്സിലൊക്കെ എടുക്കുന്നുണ്ടാവും കമൻസുകൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ വെറുതെ പറയുന്നല്ല കേട്ടോ, കമൻസ് ഒക്കെ ഞാൻ കൊടുക്കാം, സ്ക്രീൻഷോട്ടുകൾ കൊടുക്കാം. അത്യാവശ്യം കമൻസ് വന്നിട്ടുണ്ട്. എന്താ പറയുക, ഇങ്ങനെ നമ്മളെങ്ങനെ ഒരു അരമണിക്കൂർ വീഡിയോയിൽ കണ്ടിട്ട് നമ്മളെങ്ങനെ ഇങ്ങനെയാണ് ചിന്തിക്കരുത് ഒരിക്കലും. നമ്മൾ ഈ കാണുന്ന അരമണിക്കൂറത്തെ എല്ലായിരിക്കും നമ്മളുടെ പല കാര്യങ്ങളും ഉണ്ടാവും. നമ്മളെല്ലാം കാണിക്കുന്നില്ലല്ലോ. നമ്മൾ ഇപ്പം എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും നിങ്ങൾ സന്തോഷം മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ നിന്ന് വീഡിയോ കാണുമ്പോൾ. നമുക്ക് സന്തോഷം മാത്രമല്ല, എല്ലാവരും ദുഃഖങ്ങളും വിഷമവും എല്ലാ കാര്യങ്ങളും ഉണ്ട്. സങ്കടം ഉണ്ടാവും, നമുക്ക് പല പല പ്രശ്നങ്ങളുണ്ടാവും, എല്ലാതും ഉണ്ട്. പക്ഷെ നമ്മളതൊന്നും വീഡിയോയിൽ കാണിക്കാറില്ലല്ലോ അധികം. നമ്മുടെ സന്തോഷ നിമിഷങ്ങൾ അങ്ങനത്തെ വീഡിയോസൊക്കെ നമ്മൾ എങ്ങനെയും പോകുമ്പോൾ ഉള്ള വീഡിയോസൊക്കെയാണ് നമ്മൾ കൂടുതൽ കാണിക്കാറ്. അല്ലാതെ നമ്മളെല്ലാം കാണിക്കുന്നില്ല. അപ്പം അരമണിക്കൂർ കാണുമ്പോൾ എല്ലാവരും വിചാരം അങ്ങനെയാണ് നിങ്ങൾ, അങ്ങനെ ഒരു ചിന്തയാണ്. എപ്പോഴും ചിരിച്ചും കളിച്ചും അങ്ങനെയൊക്കെയല്ല. ഒരു ദിവസം നമുക്ക് ഈ പറഞ്ഞ പോലെ നല്ല വിഷമം കാര്യങ്ങളൊക്കെ എടുത്ത് കാണിക്കുന്നില്ല എന്നുള്ളൂ. ഇന്ന് ചിലപ്പോൾ നല്ല ഹാപ്പി ആയിരിക്കുകയാണെങ്കിൽ നാളെ ചിലപ്പോൾ ഹാപ്പി ആയിരിക്കില്ല. ചിലപ്പോൾ നമ്മൾ ചെറിയ ചെറിയ പ്രശ്നം, ചിലപ്പോൾ ഞാൻ ഏട്ടനായാലും ചെറിയ തല്ലൂട്ടായിരിക്കും. ചിലപ്പോൾ നമുക്ക് വേറെ പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പം നമ്മളെ ഇപ്പോൾ കല്യാണത്തിന് മുന്നേ ആയാലും ശേഷമായാലും നമുക്ക് ടെൻഷനുകളോ വിഷമങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കല്യാണം ഞാൻ ചിലപ്പോൾ പറയേ നീ ഇത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ചുകൊണ്ടിരിക്കും. കല്യാണത്തിന് മുന്നേ നമുക്ക് ടെൻഷനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അല്ലാണ്ടാവും. അപ്പം നമ്മൾ കാണിക്കാറില്ല, പറയാറില്ല എന്ന് വെച്ചിട്ട് വിചാരിക്കരുത്. ടെൻഷനില്ല, നിങ്ങളുടെ ജീവിതം ഫുള്ള് ഹാപ്പിയാണ്. നീ ആരെയും വിളിക്കുന്നില്ല, നീ ഒന്നും അന്വേഷിക്കുന്നില്ല, അങ്ങനത്തെ ഒരു ചിന്തയും വേണ്ട. ഞാൻ അന്വേഷിക്കുന്ന കാര്യം അന്വേഷിക്കുന്നത് എത്ര എന്തുണ്ടായാലും അവരെൻ്റെ വീട്ടുകാർ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ അന്വേഷിക്കും. അതിപ്പോൾ എനിക്ക് ഏട്ടനെ പറയും ഞാൻ വിളിച്ചു ചോദിക്കുന്നു. അത് ഏട്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആരെങ്കിലും അവിടെ വയ്യാന്ന് അറിഞ്ഞാലോ എനിക്ക് എന്തെങ്കിലും അറിഞ്ഞാലോ ഞാൻ വിളിച്ചു ചോദിക്കുന്നു. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അച്ചാച്ചനും അച്ഛമ്മയ്ക്കും വയ്യാതെ ഇരിക്കുന്നു ഞാൻ അറിഞ്ഞു. അടുത്ത എല്ലാ കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ അത് വിളിച്ചു ചോദിക്കുക. എന്താ വെച്ചാൽ എനിക്ക് അതിൻ്റെ ഒരു എൻ്റെ ഒരു കടമയുണ്ട്. അത്
എനിക്കതറിയണം. എന്താ വെച്ചാൽ എൻ്റെ വീട്ടിൽ ആർക്ക് എന്താ പറ്റിയെന്ന് എനിക്കറിയണ്ടേ. അപ്പം അമ്മയ്ക്ക് വയ്യാന്ന് വീഡിയോയിൽ കണ്ടിട്ട് എനിക്ക് പിന്നെ വരുന്ന വീഡിയോ വരെ വെയിറ്റ് ചെയ്യാനുള്ള സമയം എനിക്കില്ല. എനിക്ക് അത്രയും ദിവസം ടെൻഷൻ അടിച്ചിരിക്കാൻ, എനിക്ക് വിഷമം കാര്യങ്ങളും പിടിച്ചിരിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ വിളിച്ചു ചോദിക്കും. പിന്നെ അല്ലാ വീട്ടിലുള്ളതാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങളും തണക്കങ്ങളൊക്കെ. അതൊക്കെ നമ്മളിങ്ങനെ ഈ വലിച്ചു നീട്ടി നമ്മള് വയ്യെങ്കിൽ അങ്ങനെ വിളിച്ചു ചോദിക്കാണ്ടോ അങ്ങനെ ശത്രുത പിടിച്ച് കിടക്കണോ ആൾക്കാരുണ്ടാവോ ഇല്ലെന്നൊന്നും എനിക്കല്ല. ഞാൻ അങ്ങനത്തെ ഒരാളില്ല. നമ്മൾ എന്തെങ്കിലും ഉണ്ടായി കുറച്ചാൾ കഴിഞ്ഞാൽ അത് മനസ്സിൽ എല്ലാവരും മനസ്സിൽ നിന്ന് അതൊക്കെ പോകും. പിന്നെ എന്തെങ്കിലും ആപത്തുണ്ടാകുമ്പോൾ നമ്മൾ പറയുമല്ലോ, ശത്രു ആയാലും മിത്ര ആയാലും ഒക്കെ ആപത്തുള്ളപ്പോൾ നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു ചോദിക്കലും സഹായിക്കലും കാര്യങ്ങളൊക്കെ വേണം. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളാണ് അല്ലേ. അതിനിപ്പോൾ ഏട്ടനായാലും ഒരു പ്രശ്നമില്ല. ഞാൻ വിളിച്ചു എന്ന് അറിഞ്ഞിട്ട് ഏട്ടനറിയാം. ഞാൻ ഏട്ടൻ്റെ അടുത്തിരുന്നിട്ട് ഞാൻ വിളിക്കാറും. അതിപ്പോൾ ഞാൻ കുണിക്കനായാലും കുണിക്കുകയായാലും മെസ്സേജ് അയക്കണോണ്ട് ഒന്നും ഒരു പ്രശ്നമില്ല. ഉണ്ടാ ഇല്ല നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ഹോസ്പിറ്റൽ കേസ് എന്നൊക്കെ പറയുന്ന സംഭവം എനിക്കും വരാം. ഇപ്പം എൻ്റെ ഇവിടെ ഉള്ളവർക്കും വരാം, അവിടെ ഉള്ളവർക്കും വരാം. ഈ എന്താ പറയുക, അതൊക്കെ വേറൊരു സിറ്റുവേഷനല്ലേ ഈ പറഞ്ഞ പോലെ. അതിലൊരു ശത്രുത വെച്ചിട്ട് പെരുമാറാം, മറ്റുള്ളവരുടെ കണ്ണിൽ അങ്ങനെ ഒരു ഇത് കൊടുക്കുക, ത്രോട്ട് കൊടുക്കുക, അതൊക്കെ പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. കാരണം ഈ ഏറ്റവും വലിയൊരു അസുഖമാണ് ഈ പറഞ്ഞ പോലെ ഈ ക്യാൻസർ എന്നുള്ളൊരു അസുഖം അല്ലേ. അപ്പൊ ആ വന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും അതിന്റെ ബുദ്ധിമുട്ട് എന്താണ്. ഈ ക്യാൻസർ എന്ന സംഭവം അറിയാൻ പറ്റും. അതിന്റെ പേരിൽ നമ്മൾ ക്രൂരമായി പെരുമാറുന്ന സംഭവമൊന്നുമില്ല. മോശമാണ്. അത് കമന്റ് ആരും ഇടാൻ വേണ്ട. അത് പേഴ്സണലി എനിക്ക് ഇഷ്ടമല്ല. കാരണം നിങ്ങൾ ചിന്തിക്കും, നിങ്ങള് അത് അനുഭവിച്ചിട്ട് മനസ്സിലാവും, കുഞ്ഞിനെ മനസ്സിലാവും. അത്തോടെ എനിക്ക് മനസ്സിലാവണമെന്നില്ല. മനസ്സിലായോ? പിന്നെ ഇന്നലെ ഞാനൊരു കമന്റ് എനിക്ക് കണ്ടു, അമ്മ നിന്റെ അസുഖത്തിനെ കുറിച്ച്. എൻ്റെ അമ്മ എൻ്റെ അസുഖത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് എനിക്കൊരു പ്രശ്നം. ഒന്നാമത്തെ ഞാൻ ഈ അസുഖം എന്ന് പറഞ്ഞാൽ ക്യാൻസർ എന്ന് പറഞ്ഞ് എനിക്ക് വന്നിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ ഒരു മടിയുമില്ല. ഞാൻ ആരുമായിട്ട് മറച്ചു വെക്കുന്നുമില്ല. എന്ന് വെച്ചാൽ എനിക്കൊരു ക്യാൻസർ വന്നിട്ടുണ്ടെന്ന് എനിക്ക് ആരോടും പറയാൻ മടിയില്ല. ഞാൻ കല്യാണം കഴിക്കുമ്പോൾ എനിക്ക് വേണമെങ്കിൽ മറച്ചു വെച്ചിട്ട് കല്യാണം കഴിക്കാം. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളല്ല. ഇതൊക്കെ അസുഖമാണ്, ആർക്കും ഒരു നിമിഷത്തിൽ വന്നു പോകാന്നുള്ള കാര്യങ്ങളുള്ളൂ. ചിലവർ രക്ഷപ്പെടും, ചിലവർക്ക് എന്തെങ്കിലും തെറ്റിപ്പോവും. അപ്പോൾ അത് വരണോണ്ട് നമ്മളത് ഇപ്പം നമുക്ക് പകർച്ചവാദിയോ അല്ലാണ്ട് വൃത്തികെട്ട ഒരു അസുഖമല്ല. അത് നമുക്ക് വരുമ്പോൾ ഒരു ടെൻഷനും കാര്യങ്ങളും ഉണ്ടാവും, അത് മാറും ചിലവർക്ക്. അപ്പം നമ്മളതിനെ മറച്ചു വെക്കേണ്ട അസുഖങ്ങളൊന്നുമല്ലല്ലോ, അത്ര വൃത്തികെട്ട ഒരു കാര്യമൊന്നുമല്ലല്ലോ. അപ്പം എനിക്കങ്ങനെ അതിനെ അസുഖത്തിനെ കുറിച്ച് അറിയണതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടില്ല. ഞാനിതേപോലെ പണ്ടൊന്നും എനിക്കറിയില്ലായിരുന്നു. പഠിക്കണ സമയത്ത് എനിക്കറിയില്ലായിരുന്നു എനിക്ക് എന്താ അസുഖം. ഇതേപോലെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടായില്ല. എനിക്ക് തോന്നുന്നു 5ാം ക്ലാസ് അങ്ങോട്ട് പഠിക്കുമ്പോഴാണ് ഞാൻ ചോറും ഇട്ടിട്ട് കൈ ചെയ്യാൻ പോകുമ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചത്, എനിക്ക് ഈ അസുഖമാണല്ലേ പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന്, നമുക്കറിയില്ലല്ലോ അങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന്. ആ അസുഖത്തിൻ്റെ പേരറിയാം, എനിക്കതായിരുന്നു അറിയില്ലല്ലോ. എനിക്കെന്തോ ചെറുപ്പത്തിൽ വന്നു പോയിന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാനങ്ങനെ ഞെട്ടിപ്പോയി, അത്രയും വലിയ അസുഖം എനിക്ക് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട്. എന്നുവെച്ചാൽ അമ്മ എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ ഒന്ന് വീട്ടിൽ പോയിട്ട് അമ്മയോട് ചോദിച്ചത്. എനിക്ക് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പം എൻ്റെ ഫ്രണ്ട് എന്നെ കളിയാക്കി ചോദിച്ചതാണ് കേട്ടോ, നിനക്ക് ക്യാൻസർ ആണല്ലേ എന്നുള്ളൊരു നിലയ്ക്ക് കളിയാക്കി ചോദിച്ചതാണ്. അത് പിന്നെ കുഴപ്പമില്ല, അത് ഓരോരുത്തരുടെ ക്യാരക്ടറായിരിക്കും. അപ്പം ഞാൻ അമ്മോട് പോയി വീട്ടിൽ ചോദിച്ചു, അമ്മ എന്താ എന്നോട് എൻ്റെ അസുഖത്തിനെ കുറിച്ച് പറയില്ല. എന്ന് വെച്ചാൽ ഞാൻ അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ലേ. അങ്ങനെ ഞാൻ അമ്മോട് ചോദിച്ചിട്ട് എനിക്ക് പിന്നെ ഞാനല്ല എൻ്റെ അസുഖത്തിനെ കുറിച്ച് ഡീറ്റെയിൽസ് ചോദിക്കാറുണ്ട്. എനിക്കത് അറിയണോണ്ട് ഒരു ബുദ്ധിമുട്ടില്ല. ഞാനായാലും ഞാൻ തന്നെ വീഡിയോയിൽ പറയാനുള്ളത് എനിക്ക് അസുഖം വന്നത്. അതിപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞോണ്ട് എനിക്കൊരു പ്രശ്നമില്ല. അവർക്കത് പറയാം. അവർ തന്നെയാണ് എന്നെ ഇത്രയും നാൾ ചികിത്സിച്ച് എന്നെ ഇവിടെ എത്തിച്ചത്. അതും കമൻസിലാണ് എൻ്റെ ചികിത്സ. എനിക്കറിയാം അവർ തന്നെയാണ് എന്നെ ചികിത്സിച്ചതും. അവരെന്നെ കാശ് പോയിട്ട് അവർ അത്യാവശ്യം കഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് വയ്യാതായിട്ട് നോക്കാൻ. അത് ഞാൻ ഒരിക്കലും മറക്കൂല. അല്ലാതെ എനിക്ക് ഈ അസുഖം എല്ലാവരും പറയണ പോലെ എനിക്ക് പറയുന്നതുകൊണ്ട് ആരും അറിയണമെന്ന് എനിക്കങ്ങനെ പ്രശ്നമില്ല കേട്ടോ. അത് ഞാൻ പറയുകയാണ്. പിന്നെ നാളെ എനിക്കറിയണ ഒരാൾ എനിക്കൊരു റിയലൈസ് നിൽക്കുന്നു, അമ്മേനെ അച്ഛന്മാരും ഉപേക്ഷിച്ചിട്ട് പോണ മക്കളെ കുറിച്ചിട്ട്. സത്യം പറയട്ടെ, നമ്മുടെ സിറ്റുവേഷനിൽ ഓരോന്നുണ്ടാവണമെങ്കിൽ നമ്മളിങ്ങനെ അയച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം എൻ്റെ അച്ഛനും അമ്മേനെ സ്നേഹിക്കാൻ എനിക്കറിയാം. മറ്റുള്ളവർ അയച്ച് മറ്റുള്ളവർ പറഞ്ഞ് നമുക്ക് സ്നേഹിക്കേണ്ട ആവശ്യമില്ല. അത് ചിലവരുടെ ഒരു ക്യാരക്ടർ ആയിരിക്കും. ഞാൻ ആളോട് ചോദിച്ചു എന്തിനാണ് എനിക്ക് ഈ വീഡിയോ അയച്ചെന്ന് ചോദിച്ച ആൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. നമ്മളെ മനഃപൂർവ്വം നമ്മൾ സന്തോഷിച്ചിരിക്കുമ്പോൾ നമ്മളൊന്ന് കുത്ത് എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയാണ്. നമ്മുടെ അച്ഛനമ്മേനെ സ്നേഹിക്കാൻ നമുക്കറിയാം. എനിക്ക് എത്രത്തോളം അവരെ പിരിഞ്ഞിരിക്കുമ്പോൾ എനിക്ക് എത്രത്തോളം വിഷമമുണ്ടെന്ന് എനിക്കറിയാം, ഏട്ടനും അറിയാം.
അതിപ്പോ മറ്റു പുറമെ കാണുന്നവർക്കൊന്നും അറിയില്ല. ഇനിയിപ്പോ നമ്മളെ ഇട്ടൊരു കുത്താൻ വേണ്ടിട്ട് ഓരോ വീഡിയോസ് അയച്ചു തന്നത് എനിക്കത് ശരിയായിട്ടുള്ള കാര്യമായിട്ട് തോന്നില്ല. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെടലില് അതൊരു തെറ്റായൊരു കാര്യമാണ്. ഞാൻ ആരും ജീവിതത്തിൽ ഇടപെടാൻ പോവാറില്ല. എനിക്കൊന്നാമത്തെ ഇഷ്ടമല്ല. ഞാൻ ഒരാള് പോയിട്ട് ഇങ്ങനെ പ്രത്യേകിച്ച് ചേട്ടൻ കണ്ടിട്ടുണ്ടാവും കല്യാണം കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ ഞാൻ ആരുടെയും കാര്യത്തിൽ അങ്ങനെ കുത്തിച്ചു സമയമില്ല. സമയമില്ല. സത്യം പറയാനാ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇന്ന് വ്ളോഗ് എടുക്കും, ഇന്നിപ്പോ ഇതെടുത്ത് പിന്നെ ടൂസ് തരണം, അങ്ങനെ ഒരു ഇതിലാണ്. കാരണം ഒരു വ്ളോഗ് എടുത്ത് 4 എഡിറ്റ് ചെയ്ത് തരണം. അപ്പൊ ഒരു 30 ദിവസം ഉണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു 25 ദിവസത്തോളം നമ്മൾ ഇതിനു വേണ്ടി കഷ്ടപ്പെടും. അതിൽ 1-2 ഫ്ലോപ്പായി പോവാം. അപ്പൊ ഇടാണ്ടിരിക്കാൻ പറ്റും. കാരണം നമ്മ പണിയെടുക്കുന്നുണ്ട്. സമയം സമയമില്ല. വീട്ടിലത്തെ കാര്യങ്ങൾ കഴിഞ്ഞ് വ്ളോഗ് എടുത്ത് പിന്നെ ഒന്നാമത്തെ ഞാൻ എൻ്റെ പണ്ട് തൊട്ടേ സ്വഭാവത്തിൽ മറ്റുള്ളവരാരും കാര്യം അന്വേഷിക്കാൻ പോകില്ല. നിങ്ങളത് ചെയ്ത് തെറ്റാന്ന് എടുത്ത് പറയാൻ ഞാൻ പോകാറില്ല. എന്താ വെച്ചാൽ അത് അവരുടെ ജീവിതം, അത് അവർ ചെയ്യുന്നു, നമ്മൾ നമ്മുടെ ജീവിതം. അങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് സത്യം പറഞ്ഞ് മറ്റുള്ളവർ കയറി ഇടപെടുന്നൊന്നും എനിക്ക് അത്ര ഇഷ്ടം. നമുക്ക് നമ്മുടെ അത്ര വലിയ അടുത്ത ബന്ധമോ ഒന്നുമല്ല. നമ്മളെ വെറുതെ ഇങ്ങനെ അതിപ്പോ മുന്നേ ഉണ്ടായിട്ട് ആൾക്ക് സ്വഭാവം മുന്നേ ഉണ്ടായി. ഞാൻ ആളുടെ പേരൊന്നും എടുത്ത് പറയുന്നില്ല, ചെറിയ അകന്ന റിലേറ്റീവാണ്. മുന്നേ ഇതേപോലെ ഉണ്ടായിട്ടായി എന്തായാലും മേക്കപ്പ് ചെയ്യണതിനെ കുറിച്ചിട്ട് എന്തോ വീഡിയോ വന്നപ്പോൾ മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് ഞങ്ങളെ മെൻഷൻ ചെയ്യുന്നു. ഞങ്ങൾ മാത്രമല്ല മേക്കപ്പ് ചെയ്ത് നടക്കുന്നത്, ലോകത്ത് ഇഷ്ടം പോലെ വരുന്നുണ്ട്. ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ അസുഖം വരും, അത് ഞങ്ങൾക്ക് മെൻഷൻ ചെയ്യുന്നു. നമ്മളിതൊക്കെ ഇൻസ്റ്റയിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇത് നമുക്കും അറിയണ കേസ് ലിപ്സ്റ്റിക് ഇട്ടാൽ വരുമോ എന്ത് വരും എന്നൊക്കെ. നമ്മൾ മാത്രമല്ല ഈ പറയുന്ന ആളും ചെയ്യണ ആൾ തന്നെയാണ്. പിന്നെ നമ്മളെ ഇത് ഒരാൾ നന്നായിട്ട് വേണം നമ്മൾ മറ്റുള്ളവരെ നന്നാക്കാൻ പോവാൻ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ട സത്യം പറഞ്ഞ പ്രഷർ വരും കിട്ടാൻ. എന്താ വെച്ചാൽ നമ്മൾ ആദ്യം കാര്യത്തിൽ ഇടപെടാണ്ടാകുമ്പോൾ നമ്മുടെ കാര്യത്തിൽ ഇടപെടുമ്പോൾ നമുക്കൊരു എന്തൊരു സുഖമില്ലായ്മ വരും. എനിക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഞാൻ ചോദിച്ചപ്പോൾ ആൾക്ക് അത് തെറ്റായെന്ന് തോന്നിയോണ്ടാണെന്ന് തോന്നുന്നു. ഞാൻ വേറെ ഒന്നും ചോദിച്ചില്ല, എന്തിനാ ചേച്ചിക്ക് വിരയിച്ചെന്ന് ചോദിച്ചാൽ പക്ഷെ ആ ചേച്ചി ഡിലീറ്റ് ചെയ്തു. അപ്പൊ തന്നെ മനസ്സിലാവാലോ അവർക്കത് തെറ്റായി തോന്നിയോണ്ടാണ്. നമ്മൾക്ക് എനിക്ക് വേറെ ആദ്യം അതിലിരിക്കുന്നത് കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ അച്ഛനമ്മേനെ സ്നേഹിക്കാൻ എനിക്കറിയാം. എൻ്റെ ഉണ്ണികളായാലും അവരോട് എനിക്ക് എത്രത്തോളം സ്നേഹമുണ്ടെന്ന് അവർക്കും അറിയാം അല്ലേ. അവർക്ക് ഇപ്പോൾ ആർക്കും വയ്യാണ്ടായാലും ഞാനത് അന്വേഷിക്കും. അതിനിപ്പോൾ ആദ്യം അങ്ങനെ ഇതൊന്നും വേണ്ട, ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അതൊക്കെ അറിയട്ടെ. ഞാൻ നെഗറ്റീവ് പറഞ്ഞവരോട് മാത്രമാണ്. ഇങ്ങനെ ഇഷ്ടത്തിൽ ചോദിച്ചവരുണ്ട് അമ്മേനെ വിളിച്ചില്ലെന്ന്, അവരോടും കൂടി പറയാന് ഞാൻ വിളിച്ചിട്ടുണ്ട്. എന്നെ ഇതിനനുസരിച്ച് കുറ്റം പറയണവരോടൊക്കെ ഞാൻ ദേഷ്യത്തിൽ പറഞ്ഞത്, നീ അമ്മേനെ ഒന്ന് വിളിക്കാത്ത, നീ ദൈവത്തിന്റെ അടുത്ത് പോയിട്ട് കാര്യമില്ല അങ്ങനെയൊക്കെ പറയുമ്പോ നമുക്ക് അമ്പലത്തിൽ ഒരു വ്ളോഗിന് പോയപ്പോഴാണ് ഈ വ്ളോഗ് വീഡിയോ വന്നപ്പോഴാണ് നീ ദൈവത്തെ പറഞ്ഞിട്ടും കാര്യമില്ല, സ്വന്തം ഇതിനെ മാതാപിതാ ഗുരു എന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് സിറ്റുവേഷൻസ് ആണ് ഇതെല്ലാം. പിന്നെ നല്ലോണം പറയുന്നവരുണ്ട്, കുഞ്ഞാ നീ ഒന്ന് അമ്മേനെ പോയി കാണ്, അമ്മയ്ക്ക് വയ്യാതിരിക്കും, അമ്മേനെ വിളിക്കുക എന്ന് പറയുന്നവരൊക്കെ ഞാനത് അതേ രീതിയിൽ എടുക്കുന്നുണ്ട് കേട്ടാ. ഞാൻ സത്യം പറഞ്ഞ ഇത്രയും ദിവസമായിട്ട് അതിനെ കുറിച്ചൊന്നും കുറേ നാളുകളായിട്ടേക്ക് വരുന്ന വീഡിയോസ് കമന്റ്സ് ആണ്. ഞാൻ അതിനെ കുറിച്ച് വീഡിയോ ഇടാനോ പറയാനോ ഒന്നും നിന്നിട്ടില്ല. പക്ഷെ ഇന്നാളെ അമ്പലത്തിൽ പോയി നടക്കാം. നമ്മളെല്ലാരും അച്ഛനമ്മ സ്നേഹിക്കുമ്പോൾ നമ്മളെല്ലാരും നമ്മള് ജനിച്ചു വളർന്ന് നമ്മള് ഏത് മതത്തിലാണ് ആ മതത്തിനെ വിശ്വസിക്കുന്നവരാണ് എല്ലാരും. അതിപ്പോ നമ്മളൊരു ദിവസം ദൈവത്തിന് പോയി വിളിച്ചു അച്ഛന് അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. എന്റെ അമ്മോടുള്ള ഇഷ്ടം എനിക്ക് എന്റെ അമ്മോട് തന്നെ ഉണ്ടാവും. അതൊന്നും ആരും എന്ത് പറഞ്ഞാലും നമ്മുടെ അച്ഛനമ്മയുടെ ഇഷ്ടം നമുക്ക് എന്തായാലും ഉണ്ടാവും. അതെനിക്കുണ്ട് കേട്ടോ. അല്ലാണ്ട് അമ്പലത്തിൽ പോണേൽ ഇങ്ങനെ കുറ്റം പറയുമ്പോഴാണ് നമ്മൾ ദൈവത്തിനെ വിളിക്കാൻ പോകുമ്പോൾ അത് ആരായാലും എന്താ എങ്ങനെ ചിന്തിക്കണവരായാലും ദൈവത്തിനെ നമ്മൾ വിശ്വസിക്കുമല്ലോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഓരോ വിശ്വാസമില്ല, ഞാൻ ആവശ്യത്തിന് വിശ്വസിച്ച് നടക്കുന്ന ആളാണ് കേട്ടോ. അതിൽ ചിലവർക്ക് ഭയങ്കര വിശ്വാസം കൂടിയവരും ഉണ്ടാവും, വിശ്വസിക്കാത്തവരും ഉണ്ടാവും. എനിക്ക് അത്യാവശ്യം ദൈവത്തിന് വിശ്വാസമുള്ള ആളാണ്. നമുക്ക് എന്തൊരു വിഷമം വന്നാലും ദൈവത്തിന്റെ അടുത്ത് പോയി പറയാന്ന് പണ്ടൊട്ടേ ഞങ്ങൾ പഠിച്ചൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ദൈവത്തിന്റെ അടുത്ത് കൊണ്ട് സത്യം പറഞ്ഞപ്പോ കുറേ നാളുകളായി ആ വീഡിയോയിൽ കണ്ടാലറിയാം. 8-9 മാസം 7 മാസം കൂടെ ആയി ഞാൻ ഗുരുവായൂർ പോയിട്ട്. അമ്പലത്തിൽ തന്നെ പോയിട്ട് കുറച്ചാളായി. എന്റെ വീട് ശരിക്കും പറഞ്ഞ ഗുരുവായൂരിന്ന് 13 കിലോമീറ്റർ ഉള്ളു. അപ്പൊ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോയിരുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ അമ്പലത്തിൽ നിന്ന് അധികം പോവാതെ ഗുരുവായൂർക്ക് പോവാതെ ആകുമ്പോൾ നമുക്ക് തന്നെ ഒരു മനസ്സിനൊരു ടെൻഷനാണ്. അതുപോലെ
സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, മറ്റേ വയറിന്റെ കുറച്ച് എനിക്ക് കുറച്ച് പീരിയഡ്സിന്റെ കുറച്ച് പ്രശ്നങ്ങളായോണ്ടാണ് അല്ലേ കണ്ടിന്യൂസ് നിന്ന്. അപ്പൊ ഞാൻ പറയട്ടെ അമ്പലത്തിൽ പോകാൻ പറ്റണില്ലല്ലോ എന്നുവെച്ചാൽ 2-3 മാസങ്ങളായിട്ട് ഞാൻ 2 വട്ടമൊക്കെ ഇങ്ങനെ 2 മാസത്തിൽ 2 വട്ടമൊക്കെ ഇത് കാണും. പിന്നെ അപ്പൊ എത്തുന്ന സമയത്ത് അമ്മയ്ക്ക് പറ്റൂല, എനിക്ക് പറ്റൂല, അങ്ങനെ ആയിട്ട് ഞങ്ങൾക്ക് ഇത്ര നീണ്ടുപോയി. അപ്പൊ പെറ്റുന്ന സമയത്ത് ഞങ്ങൾ പെട്ടെന്ന് അമ്പലത്തിൽ പോയതാണ്. നമുക്ക് ഇങ്ങനെ അമ്പലത്തിൽ പോയിരുന്ന ഒരു സമാധാനക്കേടാണ്. ഈശ്വര ദൈവത്തിന്റെ അടുത്തേക്ക് പോയിരുന്ന ഒരു സമാധാനക്കേട്. നമുക്ക് എന്തെങ്കിലും ചെറിയ തല്ലൂട്ട് എന്തെങ്കിലും വിഷമൊക്കെ വരുമ്പോഴേക്ക് പോകും. നമ്മൾ ദൈവത്തിന്റെ അടുത്ത് പോയിട്ട് കുറേ നാളെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ എന്തൊരു വിഷമം വരുമ്പോഴും ദൈവത്തിന് വിളിക്കും. ആ ദൈവത്തിന് നമ്മൾ മറക്കരുതല്ലോ. നമുക്ക് എല്ലാവരും ആയി എല്ലാം സെറ്റായി വെച്ചിട്ട് നമ്മൾ ആ ദൈവത്തിന് മറക്കരുത്. ഞാനിപ്പോ എന്ത് പറഞ്ഞാൽ നന്ദി പറഞ്ഞു തുടങ്ങുന്നുണ്ട് എന്റെ കാര്യത്തിൽ. കാരണം ഞാൻ വന്ന സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു. ഞാൻ എന്ത് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്ത കാര്യങ്ങൾക്ക് നന്ദി പറയും. അല്ലെങ്കിൽ നമുക്ക് ഇന്നത് ചെയ്ത് തരണേ, എനിക്കിത് തരണം, അത് തരണം ദൈവമേ, ഇത് തരണം ദൈവമേ, ആവശ്യങ്ങൾക്ക് മാത്രല്ല ശരിക്കും ദൈവത്തെ അങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനെ ദൈവത്തിനെ വിളിച്ചിരുന്നുണ്ട്. ദൈവം എനിക്കിത് ഇങ്ങനെ അങ്ങനെയൊക്കെ പറയും. പിന്നെ ഇങ്ങനെ പറഞ്ഞു ഞാൻ ചിന്തിച്ചു ശരി നമ്മൾ നന്ദി പറയണം. പിന്നെ അതേപോലെ ഞാൻ ആദ്യം വർത്തിക്കുമ്പോൾ തുടങ്ങിയ ഞാൻ അറിയാതെ ചെയ്തേന് അറിഞ്ഞ് ചെയ്തേനൊക്കെ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. നമ്മളാ ദൈവത്തിനെ നമ്മള് എന്താ പറയാ നമ്മളെല്ലാം ചെയ്യണം കാണുന്ന ആള് ദൈവമാണ്. നമ്മളെല്ലാം അറിയുന്നത് ദൈവത്തിനാണ്. നമ്മളാ ഒരു ദൈവത്തിനോട് നമ്മളിന്ന് അറിയാതെ അറിഞ്ഞുകൊണ്ടായാലും പല തെറ്റുകൾ പറ്റിപ്പോവും. മനുഷ്യരല്ലേ. അപ്പൊ അതിനൊക്കെ ക്ഷമ ചോദിച്ചും പ്രാർത്ഥിച്ചും ജീവിക്കാനാണ് ഞങ്ങള് സമാധാനം. സത്യം പറഞ്ഞ് ഞങ്ങൾക്ക് അതാണ് ഓരോരുത്തരും ഇതായിരിക്കും. അപ്പൊ അങ്ങനത്തെ കമന്റ്സ് ഇടാതിരിക്കും പരമാവധി. പിന്നെ ആൾക്കാർ ചോദിക്കുന്നത് എത്ര പറഞ്ഞാലും ഇടും. പിന്നെ ആൾക്കാർ ചോദിക്കുകയും ചെയ്യുന്നു യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടല്ലേ വന്ന് പറയുന്നത്. ഞാൻ പറയുന്ന കാര്യം പറഞ്ഞു. ഇപ്പൊ വീഡിയോയിൽ വല്ല മാറ്റം വരുത്തണതോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ പറഞ്ഞു, കുഴപ്പമില്ല. ദൈവത്തിനെ വിളിക്കാൻ പോകരുത്, നീ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നു പറഞ്ഞു. പിന്നെ പറയണവര് പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. ഞാൻ പിന്നെ എന്നെ തെറ്റിദ്ധരിക്കണോര് ഇപ്പൊ ഈ കമന്റ്സ് കണ്ടിട്ട് പലരും എന്നെ തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് ഞാൻ എന്റെ ഭാഗം ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഞാൻ വിളിച്ചിട്ടുണ്ടായി, അത് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അല്ലാണ്ട് ഇത് ഇനി കണ്ടിട്ട് ആർക്കും വിഷമം തോന്നണ്ട. ചിലപ്പോ ഞാൻ ദേഷ്യം വന്ന് പോയിണ്ടാവും. അത് മനുഷ്യരല്ലേ, എപ്പോഴും ഒരേപോലെ ഇരിക്കില്ലല്ലോ. നമുക്ക് ദേഷ്യം വരും, ദേഷ്യം ഇല്ലാത്ത ടൈം ഉണ്ടാവും. അപ്പൊ ദേഷ്യം വന്നു പോയപ്പോ എന്തൊക്കെയോ പറഞ്ഞതായിരിക്കും കേട്ടോ. അതൊക്കെ ക്ഷമിക്കുക. ഞാൻ പല കാര്യങ്ങളും നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു. ഇങ്ങനത്തെ ഓരോ കമന്റ്സ് കാണുമ്പോ ടെൻഷൻ പറഞ്ഞാണ്. ദിവസം ഇങ്ങനെ ഒരു വ്ളോഗിലേക്ക് പോയി. ഞാൻ സത്യം പറഞ്ഞ ഇങ്ങനത്തെ ഇത് ഇടണ്ടാന്ന് വെച്ചാൽ അപ്പൊ ഇങ്ങനെ ദൈവത്തിനെ കുറിച്ച് ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് വന്നപ്പോ എന്തോ കുറെ വരുമ്പോ നമുക്ക് പറയണമെന്ന് തോന്നി. നമ്മളെ സ്നേഹിക്കണവരും ചോദിക്കില്ല. അപ്പൊ അവർക്കും ഒരു മറുപടി കിട്ടണല്ലോ. അതോടുകൂടി പറഞ്ഞതാണ്. ഡെയിലി വ്ളോഗാണ് അങ്ങ് എടുക്കണത്. അതിലൊന്നും രണ്ടൊക്കെ മിസ്സാവുന്നുണ്ട്. കാരണം എല്ലാരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എപ്പോഴും വിടണം. നാളെ ഒരു അമ്മ വിളിച്ചപ്പോ പറഞ്ഞില്ലായിട്ട് നിങ്ങൾ ഇന്ന് വീഡിയോ ഇടണം, എന്തെങ്കിലും വീഡിയോ കുറഞ്ഞു. അപ്പൊ ഞങ്ങളിപ്പോ ശരിക്കും ഞങ്ങൾ നന്നായി വീഡിയോസ് ഒക്കെ എടുത്ത് ഒരു ദിവസം ഇടവിട്ട് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഒരു ദിവസം ഇടവിട്ട് വീഡിയോ ഇടും. പിന്നിട്ടാ നാളെ ഉണ്ടാവില്ല, മറ്റന്നിടും. അങ്ങനെ ഞങ്ങൾ വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ സത്യം പറഞ്ഞ അതിന്റെ തിരക്കിലാണ്. പിന്നെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഫോൺ എടുത്ത് നോക്കണല്ലോ നമ്മളെ വീഡിയോ ഇടുമ്പോ കമന്റ്സ് അങ്ങനെ നോക്കുമ്പോ കാണുന്നതാണ് കേട്ടാ. പിന്നെ പറയണത് പറഞ്ഞോട്ടെ. അതൊന്നും ഞാൻ വിഷമായിട്ട് എടുക്കുന്നില്ല. ഞാൻ അത് വിട്ടു. നമ്മളാ വായിക്കുന്ന നേരത്തുള്ള ഒരു കുറച്ചെന്ത് വിഷമങ്ങളോ അതൊക്കെ പിന്നെ കഴിഞ്ഞാൽ ഞാൻ വിടും. എന്താ വെച്ചാൽ ഒരു 5-6 വർഷമായില്ല ഇപ്പൊ ഈ യൂട്യൂബിൽ ഇങ്ങനെ നിൽക്കുന്നു. സോഷ്യൽ മീഡിയ ആയിട്ട് ഇതിൽ 5-6 വർഷമായി നിൽക്കണോണ്ട് നമുക്കറിയാം നമ്മൾ എന്ത് ചെയ്താലും അതിനൊരു തെറ്റായി കാണുന്നവരും ശരിയായി കാണുന്നവരും ഉണ്ടാവും അറിയാം. അതൊക്കെ പോട്ടെ, കഴിഞ്ഞു. കുഞ്ഞിനെ പോലെ എനിക്കും ഒരുപാട് വിഷമങ്ങളും കാലൊക്കെ പറയണമെന്നില്ല എന്നുള്ളൂ. അത് പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല. ഒരുപാട് വിഷമങ്ങളുണ്ട് എനിക്ക്. എന്റേതായ ചുറ്റപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഏട്ടന്റെ വിഷമം പറയാനുള്ളത് ഞാൻ മാത്രമാണ്. ഇപ്പൊ എനിക്ക് വിഷമം പറയാനുള്ളത് ഞാൻ ഏട്ടനും. അങ്ങനെയാണ് നമ്മള് ഇപ്പൊ ഭാര്യ ഭർത്താവുമാരെല്ലാരും അങ്ങനെ ആയിരിക്കുമല്ലോ. ആ സർക്കിളിൽ അങ്ങനെ ഉണ്ട്. അതൊന്നും എടുത്ത് പറയാനില്ല. എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ പ്രശ്നമായിട്ട് മാറും. അതുകൊണ്ടൊക്കെ ഈ ബ്ലോഗ് ഇത്രയൊക്കെ ഉള്ളൂ. ഇവിടെ ചേർത്താണ്. ഇപ്പൊ നാളെ അടുത്ത വീഡിയോ കാണാം. നാളെ ബൈ.